ഹായ് ഹലോ വൈക്കത്തഷ്ടമി എന്ന് കേൾക്കുമ്പോഴേ മനസ്സിലേക്ക് വരുന്ന ചില കാര്യങ്ങളുണ്ട് കേട്ടോ. അത് അറിയാവുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ പറയുന്നത്. അതിലൊന്നാണ് മൈലാഞ്ചി. മൈലാഞ്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ മൈലാഞ്ചി അല്ല കേട്ടോ. അതാ ഇതുപോലെ അച്ചു കുത്തുന്ന മൈലാഞ്ചി. നേരത്തെയൊക്കെ ഇത് ചുവപ്പ് കളറിലെ കയ്യിലിടുന്ന ശരിക്കുള്ള മൈലാഞ്ചി പോലെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ആ ചുവപ്പ് കളറിന് ഇച്ചിരി കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലും നമ്മുടെ നീല കളറിലെ ഈ ടാറ്റു പോലെയാണ് കേട്ടോ എല്ലാവരും അടിക്കുന്നത്. പിന്നെ ഒന്ന് ദാ ഈ കമ്മലാണ് കേട്ടോ. എവിടെ നോക്കിയാലും കാണും കുറേ കമ്മൽ കച്ചവടക്കാർ. നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ നല്ല വിലക്കുറവിൽ കിട്ടും കേട്ടോ കമ്മൽ മേടിക്കാൻ വേണ്ടി മാത്രം പെൺകുട്ടികൾ ഇവിടെ വരുന്നുണ്ട് അഷ്ടമി കൂടാൻ വേണ്ടിയിട്ട്. ഞാനും നോക്കിയിട്ടോ കുറേ ഭംഗിയുള്ള കമ്മലുകൾ ഉണ്ടായിരുന്നു. സ്റ്റഡിൻ്റെ ഉണ്ടായിരുന്നു, ജിമിക്കി ഉണ്ടായിരുന്നു, അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറൊന്നുണ്ട്, ഏറ്റവും അഷ്ടമിയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ദാ ഈ പൂക്കൾ, ജമന്തി പൂക്കൾ പെൺകുട്ടികളുടെ തലയിൽ കാണുമ്പോഴേ മനസ്സിലാകും അഷ്ടമി എത്തിയെന്ന്. പ്രായഭേദമൊന്നും ഇല്ലാണ്ട് എല്ലാ സ്ത്രീകളും കുട്ടികളും തലയിൽ ചൂടുന്ന ഒന്നാണ് കേട്ടോ അഷ്ടമിയുടെ ഈ ജമന്തി പൂക്കൾ. ഇതിൻ്റെ കൂടെ മുല്ലപ്പൂവൊക്കെ ഉണ്ടാവുമെങ്കിലും ജമന്തി പൂവിനാണ് കേട്ടോ ആവശ്യക്കാർ കൂടുതൽ. വൈക്കത്തഷ്ടമിക്ക് അല്ലാണ്ട് മറ്റെവിടെയെങ്കിലും ഈ ജമന്തി പൂക്കൾക്ക് പ്രാധാന്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാനും വെച്ചിട്ടുണ്ട് കേട്ടോ അതാ ഇതുപോലെ ഒത്തിരി ജമന്തി പൂക്കൾ. ഈ അഷ്ടമി വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.